വെൽക്കം ടു തനൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കൂണും ചെമ്മീനും കൊണ്ടിട്ടുള്ള ഒരു റോസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഒരു 100 ഗ്രാമോളം ഉണ്ടാവും. ഒരു 200 ഗ്രാമോളം കൂണും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5 6 അല്ലി ചുവന്നുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഴുവനായിട്ടുള്ള മല്ലി, കുരുമുളക്, ഒരു കഷ്ണം പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, 2 ഏലക്കായ, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള മല്ലി എല്ലാം വറുത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതില്ലാത്തവർക്ക് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ മസാലകളെല്ലാം ആദ്യം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അതിന് പൊടിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ചെമ്മീനും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ചെമ്മീൻ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് തിളച്ച് കിട്ടണം. ഒരു 1/4 വേവായി കിട്ടണം ചെമ്മീൻ. ആ വെള്ളം വറ്റി കിട്ടണമെന്നൊന്നുമില്ല. ആ വെള്ളം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മഷ്റൂം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയാണ്. സവാളയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുഴുവനായിട്ടുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഈ ചെമ്മീൻ വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട. കൂണിലേക്ക് നന്നായിട്ട് അപ്പോൾ ഉപ്പ് പിടിക്കുന്നതാണ്. ഇനി ഞാനിതിലേക്ക് വേറെ മുളക് പൊടിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ മസാലപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അത് മുഴുവനായിട്ട് ചേർക്കുന്നൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കാര്യം നമ്മൾ പൊടിക്കുമ്പോൾ അത് ഒരുപാടായിട്ടുണ്ടാവും. അപ്പോൾ ആ മസാലപ്പൊടി നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അത് ഒരുപാട് മുഴുവനായിട്ട് ചേർക്കണ്ട. അപ്പോൾ ആ മസാലയുടെ ഒരു കുത്ത് നമ്മുടെ കറിയിൽ എപ്പോഴും ഉണ്ടാവും. ഇനി ആ മസാലയുടെയും മഞ്ഞൾപ്പൊടിയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തോടു കൂടി തന്നെ ആ ചെമ്മീനും അതിൻ്റെ ആ വെള്ളവും നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളത്തോടു കൂടി തന്നെ ആ ചെമ്മീൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തതിന് ശേഷം മാത്രം സവാള ചേർക്കാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂൺ ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ ഗ്രേവിയിലേക്ക് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ കൂണിലേക്ക് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുമ്പോൾ വെള്ളം കൂടുതലായിപ്പോവും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒരു സെമി തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ കറി എടുക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കൂണും ചെമ്മീനും കൂടിയിട്ടുള്ള ആ മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്